നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തുള്ള ദിനേശ്. പല നാൾ കള്ളൻ ഒരു നാൾ വീഴും അല്ലെങ്കിൽ കെണിയിലാവും എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. ഒരു സിനിമ റിലീസ് ചെയ്ത് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയെടുക്കുന്ന ഒരു സിനിമ റിലീസ് ചെയ്ത് ആദ്യത്തെ ഷോ കഴിയുമ്പോൾ പൈറസിയായിട്ട് യൂട്യൂബിലൂടെ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. തമിഴ് റോക്കേഴ്സ് എന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കുറേ സ്ഥിരം ആളുകളുണ്ട്. ചിലർ അഭിമാനത്തോടെ പറഞ്ഞോണം കാണാൻ. എവിടെ പോയി? ഞാൻ പറയും ഇന്നലെ ഇങ്ങനെ സിനിമ കാണാൻ. അത് ഞാൻ നെറ്റിൽ കണ്ടു എന്ന് പറയും. ആലോചിച്ചു, സർക്കാരിന് നമ്മുടെ രാജ്യത്തിന് ആ പൈസ മുടക്കുന്ന നിർമ്മാതാവിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് പൈറസി ഏതെല്ലാം വഴിയിലൂടെ ആ ബുദ്ധിയൊക്കെ അവരെന്താ നല്ല കാര്യത്തിന് ഉപയോഗിക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ ഒരു നാൾ കള്ളൻ പിടിയിലായി തിരുവനന്തപുരത്ത്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ പടം തമിഴ് റോക്കേഴ്സ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് കള്ളന്മാർ, തെമ്മാടികൾ നെറ്റിൽ അപ്ലോഡ് ചെയ്തു. പടം വന്നതിൻ്റെ അന്നോ പിറ്റേ ദിവസം. അതിനെപ്പറ്റി പൃഥ്വിരാജിൻ്റെ ഭാര്യ അതിൻ്റെ പ്രൊഡ്യൂസർമാരിലൊരാളാണല്ലോ, അവർ കൊണ്ടൊന്ന് പരാതി കൊടുത്തു. അങ്ങനെ സൈബർ സെല്ലൊന്ന് ഊർജിതമായി. അവർ സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പ്രൊവൈഡറിലെ വാട്ടർമാർക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രൊവൈഡർ ഉപയോഗിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഏരീസ് പ്ലസ്സിലാണ്, 6 തിയേറ്ററുള്ള സോഹൻ റോയുടെ തിയേറ്ററിൽ. അവർ തിയേറ്ററിനെ അറിയിച്ചു. അറിയിച്ചപ്പോൾ തിയേറ്ററുകാർക്കും ഭയങ്കര ചമ്മലായി. കാരണം നമ്മുടെ തിയേറ്ററിൽ നിന്ന് ഒരു സിനിമയുടെ പൈറസി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ 6 തിയേറ്ററിലും കൂടെ ഒരുപാട് സ്റ്റാഫുകളല്ലേ, ആ സ്റ്റാഫുകളൊന്ന് അലർട്ടായി, നമുക്കിത് കണ്ടെത്തണം. അന്നു മുതൽ ഈ ഗുരുവായൂർ അമ്പലം നടയിൽ ഇറങ്ങിയത് മുതൽ കഴിഞ്ഞ 2-3 മാസക്കാലമായിട്ട് അവർക്കിത് തന്നെയായിരുന്നു ശ്രദ്ധ. അങ്ങനെ എവിടെ നിന്നായിരിക്കും ഷൂട്ട് ചെയ്തതെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ കുറച്ച് സീറ്റുകളിൽ കിടന്നുകൊണ്ട് കാണാം. അപ്പോൾ കിടന്നുകൊണ്ട് കാണാവുന്ന ടിക്കറ്റിൽ ഒരു 6 ടിക്കറ്റ് ഒരു സൈഡിൽ സ്ഥിരമായി ബുക്ക് ചെയ്യാറുണ്ട് എന്ന് മനസ്സിലായി. അത് ഒരേ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പൈസ വരുന്നതെന്നും ഒരേ ആൾക്കാരാണ് ഈ 6 സീറ്റ് ബുക്ക് ചെയ്യുന്നതെന്നും അവർക്ക് പിടികിട്ടി. അവരത് സൈബർ സെല്ലിനെ അറിയിച്ചു. ഇപ്പോൾ ധനുഷിൻ്റെ രായൻ എന്ന് പറഞ്ഞ പടം വന്നല്ലോ. രായൻ വന്നപ്പോൾ ഈ മഹാൻ മധുരയിൽ നിന്നാണ് വരുന്നത്. ആലോചിച്ചു, ബുള്ളറ്റ് ഓടിച്ച് മധുരയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് പൈറസി ഷൂട്ട് ചെയ്തിട്ട് പോകുന്നു. കാരണം ഈ തിയേറ്ററിലാവുമ്പോൾ ഈ കിടക്കുന്ന കസേരയൊക്കെ ആയതുകൊണ്ട് വെള്ളം കുടിക്കാനൊക്കെ വയ്ക്കാനുള്ള കുപ്പികളൊക്കെ വയ്ക്കാനുള്ള അവിടെ ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ട് ആ സ്റ്റാൻഡിൽ ക്യാമറ സ്ക്രീൻ ഓഫ് ചെയ്തിട്ടാണ് ചിത്രീകരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ചട്ടിയിലായി ഒരുത്തൻ. അപ്പോൾ ചട്ടിയിലായപ്പോൾ അവൻ കള്ളമായിരിക്കും പറയുന്നത്. കാരണം ഇവനൊക്കെ ഈ നേരെ പോകുമെന്ന് പറഞ്ഞ ആളുകളായിരിക്കില്ല. ഒരു പടം ഇങ്ങനെ പൈറസി ഷൂട്ട് ചെയ്ത് കൊടുത്താൽ 5000 രൂപ അവന് കിട്ടുമെന്നാണ് പറഞ്ഞത്. 5000 ഒന്നുമല്ല, അതിനൊന്നും അവൻ മധുരയിൽ നിന്ന് ഇങ്ങേറ്റം വരെയൊന്നുമില്ല. 5000 രൂപ എനിക്ക് കിട്ടും. അത് നല്ല ക്ലാരിറ്റിയിൽ ആരെടുത്ത് കൊടുക്കുക, 2, 3, 5 പേര് ഇതുപോലെ പൈറസി എടുത്ത് കൊടുത്താൽ അതിൽ ഏറ്റവും നല്ല ക്ലാരിറ്റി ആരെടുത്ത് കൊടുക്കുന്നതാണോ അയാൾക്ക് കൂടുതൽ പൈസ കിട്ടുമെന്നൊക്കെ അവൻ പറഞ്ഞിരിക്കുന്നു പോലീസിനോട്. ഞാൻ പറയുന്നത് എറണാകുളത്ത് കൊണ്ടിട്ട് നന്നായിട്ട് 4 പൂശിയാലേ ഒരുപാട് സത്യങ്ങൾ പറയും. പക്ഷേ പോലീസ് പറയുന്നത് ഇവൻ ആ കണ്ണിയിലെ അവസാനത്തെ ഒരു 4-5 പേരിൽ ഒരാളാണ്. അതിൻ്റെ മേളിലുള്ള തലവന്മാരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവന് പോലും ചിലപ്പോൾ പരിചയം ഉണ്ടാവാൻ ഇടയില്ല എന്ന് പറയുന്നു. എന്നാലും ഇവനെങ്കിലും ഒരു 3 വർഷം കിടക്കട്ടെ. ജാമ്യമില്ലാ വകുപ്പിട്ടാണ് എടുത്തിരിക്കുന്നത്. 3 വർഷമെങ്കിലും മിനിമം ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെ ഒരുത്തനെ കിട്ടി. ഇതുപോലുള്ള ഒരുപാട് പെരിച്ചാഴികളുണ്ട് കേരളത്തിൽ. നമ്മൾ സിനിമ കാണാൻ പോകുന്ന എനിക്ക് സിനിമാ പ്രേക്ഷകരോട്, നമ്മുടെ പ്രേക്ഷകരോടും പറയാനുള്ളത്, സിനിമ കാണാൻ പോകുമ്പോൾ തിയേറ്ററിലിരുന്ന് നമ്മുടെ സീറ്റിനടുത്തിരുന്ന് ആരെങ്കിലും ഫോണിൽ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുന്ന കണ്ടാൽ അപ്പോൾ തന്നെ തിയേറ്ററിലെ സ്റ്റാഫിനെ അറിയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ ഫേസ്ബുക്കിൽ ആരോ ഒരുത്തൻ പോസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവൻ എന്തൊക്കെ കിട്ടും, എത്ര രൂപ കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുപോലെ നമ്മളൊരു എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, നമ്മൾ പറയുന്ന കണ്ടൻറ്റ് എന്താണോ അത് വെച്ചിട്ട് പിറ്റേ ദിവസം എൻ്റെ മോന്തയും കൂടെ വെച്ചിട്ടാണ് വരുന്നത്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു കംപ്ലയിൻറ്റ് ചെയ്യാൻ. ഞാൻ ചെയ്തില്ല. കാരണം ഒരാളിന് 10, 500, 1000, 2000 രൂപ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. നമ്മൾ മൊത്തം ഒരുത്തന്നെ ഒരു 5000 രൂപ കിട്ടുന്നെങ്കിൽ അതൊരു പുണ്യപ്രവൃത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. എടുത്തോട്ടെ. പക്ഷേ സിനിമ അങ്ങനെ ചെയ്യരുത്. കാരണം 50 കോടിയും 25 കോടിയും 30 കോടിയൊക്കെ കൊടുത്തെടുക്കുന്ന സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം ഇവൻ ഈ 5000 രൂപയ്ക്കാണെന്ന് അവൻ പറയുന്നത് വിശ്വസിച്ചാൽ പോലും 5000 രൂപയ്ക്ക് പൈറസി ഷൂട്ട് ചെയ്ത് കൊടുത്ത് ഏതോ രാജ്യത്തിരുന്ന് ഇത് അപ്ലിങ്ക് ചെയ്ത് ഈ വൃത്തികെട്ടവന്മാർ രാജ്യദ്രോഹികളെന്നാണ് ഇവരെ പറയുന്നത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് ഇവനെ അകത്താക്കാനുള്ളത്. സർക്കാരിൻ്റെ ടാക്സ് എത്ര കോടി പോകും നിങ്ങൾ ആലോചിച്ചു. ഇപ്പോൾ 1 കോടി രൂപ കളക്ഷൻ വന്നാൽ 33.5 ലക്ഷം രൂപ സർക്കാരിന് കിട്ടുകയില്ലേ 1 രൂപ മുടക്കാതെ. അതിനെപ്പോലും ഇവന്മാർ നശിപ്പിക്കുകയില്ലേ.
എന്തായാലും രായൻ ഷൂട്ട് ചെയ്തവൻ രായപ്പനായി. വരും ദിവസങ്ങളിൽ യവനെ ക്വസ്റ്റ്യൻ ചെയ്ത് പുതിയ ആളുകളെയും കണ്ടെത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, കേരളത്തിൽ എവിടെയെങ്കിലും സിനിമ കാണാനിരിക്കുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരുത്തൻ, മലയാളി ആയിക്കോട്ടെ, തമിഴിനായിക്കോട്ടെ, ഏത് കോപ്പനും ആയിക്കോട്ടെ, ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം അയാളോട് പറയുക, ആശാനെ ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യരുത്. അവൻ ഉടക്കുകയാണെങ്കിൽ പോയി സ്റ്റാഫിനോട് പറഞ്ഞിട്ട് അവനെ പൊക്കിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമസ്കാരം. വളരെ രസകരമായ ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ മക്കൾ തിലകം MGR എന്ന് പറഞ്ഞ മനുഷ്യനെക്കുറിച്ചാണ്. MGR മലയാളത്തിലൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. വളരെ കുറച്ച് പേർക്കേ അറിയാൻ സാധ്യതയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരൊറ്റ സിനിമയിലേ അദ്ദേഹം അഭിനയിച്ചുള്ളൂ. F. നാഗൂർ സംവിധാനം ചെയ്ത് 1953 ഞാനോ നിങ്ങളോ ജനിക്കുന്നതിന് മുമ്പ് പുറത്തിറങ്ങിയ ജനോവ എന്ന് പറഞ്ഞ ഒരൊറ്റ ചിത്രത്തിലാണ് മലയാളത്തിൽ MG രാമചന്ദ്രൻ അഭിനയിച്ചത്. മലയാളിയായ MG രാമചന്ദ്രൻ അഭിനയിച്ചത്. തുടർന്ന് അദ്ദേഹം അഭിനയിച്ചേനെ. പക്ഷേ DMK എന്ന് പറഞ്ഞ പാർട്ടിയിലുണ്ടായ ഭിന്നതയിലൂടെ കരുണാനിധി എന്ന് പറഞ്ഞ നല്ല ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്ന പ്രാസംഗികനെ പാർട്ടി പിളർത്തിക്കൊണ്ട് ജനസഞ്ചയത്തെ കൂട്ടാൻ കഴിവുള്ള MGR ADMK ഉണ്ടാക്കിയതോടെ MGRനെ തളയ്ക്കാൻ വേണ്ടി കരുണാനിധി സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിച്ചിരുന്നതാണ് MGR മലയാളിയാണെന്ന്. അങ്ങനെ പറയുന്ന നാട്ടിൽ ഞാൻ മലയാളിയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം പിന്നെ മലയാള സിനിമ ചെയ്യാതായി. ജനോവ എന്ന് പറയുന്ന സിനിമ ഒരേ സമയം തമിഴിലും മലയാളത്തിലും ചിത്രീകരിച്ച സിനിമയാണ്. മലയാളത്തിൽ റിലീസ് ചെയ്ത് 2 മാസം കഴിഞ്ഞാണ് തമിഴ് പതിപ്പ് ഇറങ്ങിയത്. ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കാത്ത ആലപ്പി വിൻസെൻറ്റിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ വചനങ്ങളിലൊന്നും അദ്ദേഹത്തിന് വിശ്വാസമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരൊറ്റ ആഗ്രഹം, ക്രിസ്തുമത പ്രചാരണത്തിനായി കുറച്ച് സിനിമകൾ നിർമ്മിക്കണം. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അദ്ദേഹത്തിന് സഭയോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. പക്ഷേ ക്രിസ്ത്യൻ സബ്ജക്റ്റുകൾ സിനിമയാക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിനായി ആലപ്പി വിൻസെൻ്റ് ആദ്യം സമീപിച്ചത് KNK പ്രൊഡക്ഷൻസിൻ്റെ കോശിയെയും കുഞ്ചാക്കയും ആയിരുന്നു. രണ്ടുകൂടെ ചേർന്ന് ജീവിത നൗകയും നല്ലതങ്കയൊക്കെ എടുക്കുന്ന സമയമല്ലേ. പുതിയ സ്റ്റുഡിയോ രൂപീകരിക്കാൻ ഒരുപാട് വിയർത്ത ആളായിരുന്നു ആലപ്പി വിൻസെൻ്റ്. ക്രിസ്ത്യൻ പടം നിർമ്മിക്കണം എന്ന ആലപ്പി വിൻസെൻ്റിൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോഴേ ക്രിസ്ത്യാനികളായ കോശിയും കുഞ്ചാക്കയും വിൻസെൻറ്റിനെ ഗെറ്റൗട്ട് അടിച്ചു. ഇവിടെ ആ പരിപാടി നടക്കില്ല, അതൊന്ന് ഗെറ്റൗട്ട് അടിച്ചു. കാരണം വെർലാൻഡിലെ ഹൈന്ദവ ദൈവങ്ങളെപ്പറ്റി എടുക്കാമെങ്കിൽ നമുക്കെന്തുകൊണ്ടൊരു ക്രിസ്ത്യൻ സിനിമകൾ തുടർച്ചയായി എടുത്തുകൂടാന്നാണ് ആലപ്പി വിൻസെൻ്റ് ചോദിച്ചത്. പക്ഷേ അതിൻ്റെ അപകടം മനസ്സിലാക്കിയ KV കോശി ആയാലും ശരി, കുഞ്ചാക്കോ ആയാലും ശരി, ആലപ്പി വിൻസെൻറ്റിനെ ഗെറ്റൗട്ട് അടിച്ചു. ഞങ്ങളെ തുലയ്ക്കാനാണോ പരിപാടി എന്നായിരുന്നു കുഞ്ചാക്കോയുടെ ചോദ്യം. അതായത് ഉദയ സ്റ്റുഡിയോ അല്ലെങ്കിൽ KNK പ്രൊഡക്ഷൻസിനെ കുത്തുവാള എടുപ്പിക്കാനാണോടോ താൻ ക്രിസ്ത്യൻ സബ്ജക്റ്റുകൾ സിനിമയാക്കണമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്കിട്ടു. ആലപ്പി വിൻസെൻ്റ് ഉദയയിൽ നിന്ന് ഈ കാരണം കൊണ്ട് തന്നെ പുറത്തായി. തൻ്റെ ആഗ്രഹത്തിൽ നിന്നും പിന്മാറാൻ വിൻസെൻറ്റും തയ്യാറായില്ല. തിരുവനന്തപുരത്ത് ഗോൾഡ് ഫ്ലാഗ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞ അക്കാലത്തെ പ്രശസ്തമായ സിഗരറ്റുകളുടെ മൊത്ത വിൽപ്പനക്കാരനായ EP ഈപ്പനെയും ആലപ്പുഴയിലെ വ്യവസായ പ്രമുഖനായ TC മാത്യുവിനെയും ഉടുമ്പ് പിടികൂടും പോലെ, ഉടുമ്പ് പിടിച്ചാൽ ഒരിക്കലും പിടിവിടില്ല, അതുപോലെ 2 പേരെയും വിൻസെൻ്റ് പിടികൂടി. വിൻസെൻ്റിൻ്റെ വാചകമടിയിൽ 2 പേരും വീണു എന്നുള്ളതാണ് സത്യം. ഞാൻ പറയുന്ന ക്രിസ്തീയ വിഷയം സിനിമയാക്കിയാൽ ക്രിസ്ത്യൻ സമൂഹത്തിലും അരമനയിലുമൊക്കെ വലിയ പേരും പദവിയും നേടിയെടുക്കാനാകും. കുഞ്ചാക്കോയുടെ അപ്രമാദിത്വം അതോടെ അവസാനിപ്പിക്കാനാകും എന്നൊക്കെ പറഞ്ഞാണ് ഈ 2 പാവങ്ങളെ ആലപ്പി വിൻസെൻ്റ് വീഴ്ത്തിയത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള റോമൻ ചരിത്രത്തിൽ നിന്ന് പിറവികെടുത്ത ഒരു കഥാപാത്രമാണ് ജനോവ. പരാക്രമിയായ അർദീന രാജാവ് സിപ്രസോ അതീവ സുന്ദരിയായ ജനോവ രാജകുമാരിയെ വിവാഹം കഴിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞ് രാജാവ് അതിർത്തിയിലെ ലഹള ഒതുക്കാൻ യുദ്ധക്കളത്തിലേക്ക് യാത്രയായി. താൻ ഗർഭിണിയാണെന്ന സന്തോഷ വിവരം ഈ തിരക്കിനിടയിൽ രാജാവിനോട് പറയാൻ ജനോവയ്ക്ക് കഴിഞ്ഞില്ല. രാജാവ് ഇല്ലാത്ത തക്കം നോക്കി പ്രധാനമന്ത്രി ഗോലോയും ശിങ്കിടികളും പല രീതിയിൽ ജനോവയെ പീഡിപ്പിച്ചു. അപവാദങ്ങൾക്കും ഏഷണികൾക്കും ഒടുവിൽ അവർ ജനോവയെയും കുട്ടിയെയും ഒരു കൊടുങ്കാട്ടിൽ എത്തിച്ചു. യുദ്ധം കഴിഞ്ഞു വന്ന രാജാവിനെയും ഗോലോ തെറ്റിദ്ധരിപ്പിച്ചു.
പ്രധാനമന്ത്രിയുടെ നീച നീക്കങ്ങൾ രാജാവ് തിരിച്ചറിയുകയും ഗോലോയെ വധിക്കുകയും ജനോവയെ കണ്ടെത്തുകയും ചെയ്യുന്നതിനടുത്ത് സിനിമ തീരും. ഇതാണ് സബ്ജക്റ്റ് സിനിമയുടെ, ജനോവയുടെ സബ്ജക്റ്റ്. പൊടുപ്പും തൊങ്ങലും വച്ച് ആലപ്പി വിൻസെൻ്റ് കഥ പറഞ്ഞ് കാശിറക്കാൻ ഈപ്പനെയും മാത്യുവിനെയും പ്രേരിപ്പിച്ചു. ഒടുവിൽ ഇരുവരും സമ്മതം മൂളി. ഇരുവരുടെയും സുഗമമായ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാൻ ഈ സിനിമ പിടുത്തം കൊണ്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ ആ സിനിമ പിടുത്തം നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റും, സുഗമമായി ജീവിക്കുന്ന കുടുംബ ബന്ധത്തിൻ്റെ താളം തെറ്റുമെന്ന് ഈ രണ്ടു പേർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. 1950 ചിത്രീകരണം ആരംഭിച്ച ജനോവ 3 വർഷക്കാലം വേണ്ടി വന്നു പൂർത്തിയാക്കാൻ. 1953 ഏപ്രിൽ 17 ജനോവ റിലീസായി. മറ്റൊരു സംഭവം കൂടി ജനോവയുടെ റിലീസിലുണ്ടായി. അതുവരെ റിലീസ് ചെയ്തിരുന്നതിൽ നിന്നും വിഭിന്നമായി 1953 ഏപ്രിൽ 17 ഒരേ ദിവസം 2 സിനിമ റിലീസായി. ജനോവയും ലോകനീതിയും. കെ വേലപ്പൻ സംവിധാനം ചെയ്ത് സത്യൻ, കൊട്ടാരക്കര, മുതുകുളം, മുത്തയ്യ, SP പിള്ള, കാലയ്ക്കൽ കുമാരൻ, BS സരോജ, കുമാരി തങ്കം, പങ്കജവല്ലി, ആറന്മുള പൊന്നമ്മ മുതലായവരായിരുന്നു ലോകനീതിയിലെ അഭിനേതാക്കൾ. ചന്ദ്ര പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ജനോവ ഈപ്പനും മാത്യുവും ചേർന്ന് നിർമ്മിച്ചത്. നായകനായി തമിഴ്നാട്ടിൽ ശ്രദ്ധേയനായി വരുന്ന MG രാമചന്ദ്രൻ എന്ന മലയാളിയെയും നായികയായി BS സരോജയെയും നിശ്ചയിച്ചു. വില്ലനായി ആലപ്പി വിൻസെൻ്റ് സ്വയം അവരോധിച്ചു. ഞാൻ തന്നെ വില്ലനാവും എന്ന് തീരുമാനിച്ചു. അപ്പോഴേക്കും ഇത്രയും ആയപ്പോഴേക്കും തന്നെ 10 ലക്ഷം രൂപ ധൂർത്തടിക്കപ്പെട്ടു ഈ സിനിമയ്ക്കായി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 1953 ഒരു സിനിമയ്ക്ക് അങ്ങേയറ്റം പേരിൽ 1 ലക്ഷം രൂപ. 1 ലക്ഷമൊന്നുമില്ല 53. ഉമ്മയൊക്കെ എടുക്കുന്ന കാലത്താണ് 1 ലക്ഷം രൂപ ചിലവായിരുന്നത്. കുട്ടിക്കുപ്പായൊക്കെ 1 ലക്ഷം രൂപയ്ക്ക് ചേർത്ത സിനിമകളായിരുന്നു. അക്കാലത്ത് ഒരു സിനിമ തുടങ്ങുന്നതിൻ്റെ പേപ്പർ വർക്കും ചർച്ചകളും ചിത്രീകരണം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ 10 ലക്ഷം രൂപ ചിലവാക്കി. 74 വർഷം മുൻപുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇന്നത്തെ കണക്കിലാണെങ്കിൽ ഒരു 10-20 കോടി രൂപ ചിലവായി എന്ന് പറയാം. 1953 10 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു 10-25 കോടി രൂപ. പ്രാചീന റോമ സാമ്രാജ്യത്തിൽ നടന്നതായി സങ്കല്പിക്കപ്പെടുന്ന കഥ എന്നതിനപ്പുറം ജനോവയ്ക്ക് ക്രിസ്തീയ ചരിത്രമൊന്നും ഇല്ലായിരുന്നു. കേരളത്തിൽ പ്രചരിച്ച ചവിട്ട് നാടകത്തിലെ കഥകളിൽ ഒന്നായിരുന്നു ജനോവ ചരിത്രം. ആലപ്പി വിൻസെൻ്റ് ഏതെങ്കിലും ചവിട്ട് നാടകത്തിൽ ജനോവയെ കണ്ടിരിക്കാം. അത് വെച്ചായിരിക്കണം അദ്ദേഹം ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. സ്വാമി ബ്രഹ്മവൃതനാണ് ചിത്രത്തിനായി ജനോവ ചരിത്രം എഴുതിയത്. സംഭാഷണവും സ്വാമി തന്നെ എഴുതി. റോമൻ പുരാണ കഥയായിരുന്നതിനാൽ കുതിരപ്പാച്ചിലും പടയോട്ടവും വാൾപ്പയറ്റും മദ്യപാനവും നൃത്തപ്രകടനവും നെടുങ്കൻ സംഭാഷണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ജനോവയിൽ. MG രാമചന്ദ്രന് പാകമാകും വിധം എഴുതിയുണ്ടാക്കിയ ഒരു കഥയായിരുന്നു, അല്ലെങ്കിൽ തിരക്കഥയായിരുന്നു ജനോവയുടേത്. 40 ദിവസമാണ് ജനോവയിലെ ഫൈറ്റ് രംഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ മാത്രം എടുത്തത്. 40 ദിവസം കൊണ്ടാണ് ഫൈറ്റ് എടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 24 ദിവസം നൃത്തരംഗങ്ങൾ ചിത്രീകരിക്കാനും ചിലവിട്ടു. സ്റ്റണ്ടിനും നൃത്തത്തിനും വേണ്ടി മാത്രം അന്നത്തെ കാലത്ത് 2 ലക്ഷം രൂപ ചിലവിട്ടു. ഈ നേരത്തെ ചിലവാക്കിയ കണക്കിൽ ഇതാണ് പ്രശ്നം. ഫൈറ്റ് എടുക്കാനും നൃത്തത്തിനും മാത്രം 1953-54 കാലഘട്ടത്തിൽ 2 ലക്ഷം രൂപ ചിലവിട്ടു. അന്നത്തെ കാലത്ത് നല്ലൊരു മലയാള സിനിമ ചിത്രീകരിക്കാൻ 1 ലക്ഷം വേണ്ടാത്ത കാലത്താണ് നൃത്തവും ഫൈറ്റും എടുക്കാൻ മാത്രം 2 ലക്ഷം ചിലവാക്കിയത്. ചിത്രത്തിൻ്റെ സംവിധായകൻ F. നാഗൂർ, ഛായാഗ്രഹണം വിട്ടൽ. മദ്രാശിയിലെ ന്യൂട്ടോൺ സ്റ്റുഡിയോയിലാണ് ജനോവ നിർമ്മിച്ചത്. MG ചക്രപാണി, അതായത് MGRൻ്റെ ജ്യേഷ്ഠൻ, SP പിള്ള, മുതുകുളം, ജാനകിഭായി, സ്നേഹലത തുടങ്ങിയവരും അഭിനേതാക്കളായിട്ട് ഉണ്ടായിരുന്നു. ആലപ്പുഴ രാധാകൃഷ്ണ ഫിലിംസുകാരാണ് ചിത്രം കേരളത്തിൽ വിതരണം നടത്തിയത്. സംഗീതം MS വിശ്വനാഥനും ജ്ഞാനമണിയുമായിരുന്നു. സ്വാമി ബ്രഹ്മവ്രതൻ സ്ക്രിപ്റ്റ് എഴുതിയ ആളും പീതാംബരനുമായിരുന്നു പാട്ടുകൾ എഴുതിയത്. ജനോവയിൽ മൊത്തം 9 പാട്ടുകളുണ്ടായിരുന്നു. P. ലീലയും AM രാജയുമായിരുന്നു പിന്നണി പാട്ടുകാർ. MS വിശ്വനാഥൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ് ജനോവ. അതാണ് ഇതിൽ അണ്ടർലൈനിട്ട് പറയാവുന്നത്. MGR മലയാളത്തിൽ ഒരൊറ്റ സിനിമയിലെ അഭിനയിച്ചുള്ളൂ, അത് ജനോവയാണ്. MS വിശ്വനാഥൻ ആദ്യമായി മലയാളത്തിലൊരു സിനിമ ചെയ്യുന്നതും ജനോവയാണ്.
9 പാട്ടുകളിൽ ഒരെണ്ണം പോലും ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇതാണ് MGRൻ്റെ പ്രഥമ ചിത്രത്തെക്കുറിച്ച്, ജനോവയെക്കുറിച്ച് പറയാനുള്ളത്. പാലക്കാട്ട് നിന്നും സിലോണിലേക്ക് കുടികേറിയ മരുതൂർ ഗോപാലമേനോൻ്റെ മകനായി 1917 ജനുവരി 17 MGRൻ്റെ ജനനം. അമ്മ മരുതൂർ സത്യഭാമ. ഒരേ ഒരു ജ്യേഷ്ഠൻ MG ചക്രപാണി. കാര്യമായ സ്കൂൾ വിദ്യാഭ്യാസമൊന്നും MGRനും ചക്രപാണിക്കും ലഭിച്ചില്ല. കൗമാരപ്രായത്തിൽ തമിഴ്നാട്ടിലെത്തി. ആദ്യം തമിഴ് നാടകങ്ങളിൽ അഭിനയം, പിന്നാലെ സിനിമകളിലും. പെരിയോർ എന്നും തന്തപ്പെരിയോർ എന്നും വിളിച്ചിരുന്ന EV രാമസ്വാമി നായ്ക്കർ തമിഴ്നാട്ടിലെ ബ്രാഹ്മണ മേൽക്കോയ്മയ്ക്ക് എതിരെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ആരംഭിച്ച നിരീശ്വര യുക്തിവാദ സംഘടനയായ ദ്രാവിഡ കഴകത്തിൽ കരുണാനിധി, ശിവാജി ഗണേശൻ, MGR മുതലായവർ, അന്നത്തെ പ്രധാന സിനിമയിലുള്ളവർ എല്ലാം ഈ പറഞ്ഞ ദ്രാവിഡ കഴകം എന്ന് പറഞ്ഞ സംഘടനയിൽ അംഗങ്ങളായി. പെരിയോരുടെ പ്രഥമ ശിഷ്യനായ അണ്ണാദുരെ പെരിയോർ വയസ്സുകാലത്ത് പിന്നെയും വിവാഹം കഴിച്ചതോടെ അതിൽ പ്രതിഷേധിച്ച് തെറ്റിപ്പിരിഞ്ഞ് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ ഈ പറഞ്ഞ സിനിമാക്കാരെല്ലാം എന്താ പറയുക, അണ്ണാദുരയോടൊപ്പം ചേർന്നു. ഇക്കോണമിക്സ് MA വാഗ്മിയുമായ CN അണ്ണാദുരെ താൻ വിളിച്ചു കൂട്ടുന്ന യോഗങ്ങളിൽ ആളെ കൂട്ടാൻ MGRനെയും പ്രസംഗിപ്പിച്ച് തീപ്പൊരി പ്രസംഗം നടത്താൻ കരുണാനിധിയുമാണ് പ്രയോജനപ്പെടുത്തിയിരുന്നത്. അങ്ങനെയാണ് കരുണാനിധിയും MGRും അണ്ണാദുരയോടൊപ്പം കൂടുന്നത്. അതിനാണ് അവരെ കൂട്ടിയതും അതിനാണ്. ഇവർ രണ്ടുപേരും തൻ്റെ കണ്ണുകൾ പോലെയാണെന്നാണ് അണ്ണ അക്കാലത്ത് പറഞ്ഞിരുന്നത്. 1965 ഉത്തരേന്ത്യൻ മേൽക്കോയ്മയും ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനും എതിരെ ട്രെയിനുകൾ കത്തിച്ച് ധീരതയുടെ പരിവേഷം ആർജിച്ച ദ്രാവിഡ മുന്നേറ്റ കഴകം 1967 നടന്ന തിരഞ്ഞെടുപ്പിൽ അതുവരെ തോഴൻ ആയി വിരാജിച്ചിരുന്ന കാമരാജൻ നാടാരുടെ കോൺഗ്രസ് പാർട്ടിയെ കടപുഴകി ദൂരെ എറിഞ്ഞു. തമിഴ്നാട്ടിൽ അധികാരം പിടിച്ചെടുത്തു. അണ്ണാദുരെ മുഖ്യമന്ത്രിയും കരുണാനിധി മന്ത്രിയുമായി. MLAയും പാർട്ടി ട്രഷററുമായ MGR രാഷ്ട്രീയ രംഗത്തും ഒരു പ്രധാന ഘടകമായി മാറി. മുഖ്യമന്ത്രി അണ്ണാദുരെ ക്യാൻസർ ബാധിച്ച് അമേരിക്കയിൽ വച്ച് നിര്യാതനായപ്പോൾ പകരം മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചത് കരുണാനിധിക്കായിരുന്നു. അപ്പോഴേക്കും പാർട്ടി മീറ്റിങ്ങുകളിൽ ആളെ കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആളെ കിട്ടണമെങ്കിൽ MGR എത്തണമായിരുന്നു. ഇത് കരുണാനിധിക്ക് നീരസമുണ്ടാക്കി. കാരണം മണിക്കൂർ കണക്ക് വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ കഴിയുന്ന ഞാനുള്ളപ്പോൾ ആൾ കൂടണമെങ്കിൽ MGR വരണം എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ അത് കരുണാനിധിക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അദ്ദേഹത്തിന് അതിൽ നീരസമുണ്ടായി. ഇതിനിടയിൽ 2 സംഭവങ്ങൾ കൂടി നടന്നു. അതിലൊന്ന് രക്തക്കണ്ണീർ എന്ന നാടകത്തിലൂടെയും സിനിമയിലൂടെയും ശ്രദ്ധേയനായ MGRൻ്റെ ഉറ്റ സ്നേഹിതൻ കൂടിയായ MR രാധ എന്തോ വ്യക്തിപരമായ കാരണത്താൽ പകപോക്കലിനായി MGRന് നേരെ വെടിയുതിർത്തു. ചെവിക്ക് തൊട്ടു താഴെ കഴുത്തിലൂടെ കടന്നുപോയ വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ വോക്കൽ കോഡിൽ തകരാറുണ്ടാക്കി. ശബ്ദം അടപ്പിച്ചു കളഞ്ഞു. അന്ന് തമിഴ്നാട്ടിൽ നിരവധി പേർ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ആത്മഹത്യ ചെയ്തു. കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത റിക്ഷാക്കാരൻ എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിന് MGRന് ഭരത് അവാർഡ് കിട്ടി. ഈ 2 വിഷയങ്ങളിൽ കൂടി MGR എന്ന മലയാളിക്ക് ലഭിക്കുന്ന പ്രശസ്തിയിൽ അസൂയ ഉടലെടുത്തു കരുണാനിധിക്ക്. MGRൻ്റെ ഈ ജനപിന്തുണ ഭാവിയിൽ തനിക്ക് ഭീഷണിയായിരിക്കുമെന്ന് കരുണാനിധി ശരിക്കും ഭയന്നു. തമിഴ് മക്കൾ സിനിമാ നടന്മാരെ ദൈവങ്ങളെപ്പോലെ കാണുന്നു, ആരാധിക്കുന്നു. എന്നാൽ തൻ്റെ ആദ്യ ഭാര്യയിലെ മകൻ MK മുത്തുവിനെ നായകനാക്കി ഒരു സിനിമ എടുത്താൽ എന്ത് എന്ന് കരുണാനിധി ആലോചിച്ചു. ഇത് MGRനും രസിച്ചില്ല. കാരണം എനിക്ക് പകരണക്കാരനായി DMKയിലൂടെ സിനിമയിൽ ഈ പറയുന്ന MK മുത്തുവിനെ കരുണാനിധി അവരോധിക്കുന്നു എന്നുള്ള ഒരു ചുരുക്ക് MGRനും ഉണ്ടായി. അക്കാലത്ത് MGR തൻ്റെ നായികമാരുമായി കരാറുണ്ടാക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അവരെ 5 വർഷത്തേക്ക് കുറഞ്ഞ ശമ്പളത്തിൽ ബ്ലോക്കാക്കി വയ്ക്കുമായിരുന്നു. ഇക്കാലയളവിൽ മറ്റാരുടെയും ചിത്രങ്ങളിൽ ഇവർക്ക് അഭിനയിക്കാൻ സാധിക്കില്ല. ഈ സമയത്ത് കോൺട്രാക്റ്റ് കാലാവധി അവസാനിച്ച മഞ്ജുള എന്ന് പറഞ്ഞ നടൻ വിജയകുമാറിൻ്റെ ഭാര്യ മഞ്ജുള എന്ന നായിക MGRനെതിരെ അപവാദങ്ങളുമായി രംഗത്ത് വന്നു.
ഇത് കരുണാനിധിയുടെ പ്രേരണ കൊണ്ടാണെന്ന് എം ജി ആറിന് തോന്നി. മഞ്ജുളയെ മുത്തുവിൻ്റെ നായികയുമാക്കി. ഇതോടെ എം ജി ആർ കരുണാനിധിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു. ഇവിടെ എം ജി ആർ കരുണാനിധി യുദ്ധം ആരംഭിക്കുകയായിരുന്നു. നിയമസഭയിലേക്ക് അകത്ത് വച്ച് കരുണാനിധി പക്ഷക്കാരനായ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിയമസഭയ്ക്ക് അകത്ത് വച്ച് കരുണാനിധിയുടെ വിശ്വസ്തനായ മധുരമുത്തു എന്ന് പറയുന്ന MLA എം ജി ആറിനെ കയ്യേറ്റം ചെയ്തു. നിയമസഭയ്ക്കകത്ത് ആലോചിക്കുക. പിന്നെ ജയലളിതയെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം. കരുണാനിധി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വസ്ത്രാക്ഷേപം നടത്തി എന്നാണല്ലോ പറയാറ്. അവസാനം ജയലളിത ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. കാപ്പാത്തുങ്കോ എന്ന് ഡബ് ചെയ്യേണ്ടി വന്നു എം ജി ആർ കരുണാനിധിക്ക് വേണ്ടി. കരുണാനിധിയെ ഉടുതുണിയോടെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയല്ലോ എളുപ്പകാലത്ത് പോലീസ്. പിന്നാലെ കരുണാനിധിയെ പിരിച്ചുവിടണം എന്ന ആവശ്യവുമായി എം ജി ആർ മൗണ്ട് റോഡ് മുതൽ ഗിണ്ടി വരെ ഇരമ്പി അടുക്കുന്ന തിരമാല പോലെ ലക്ഷക്കണക്കിന് അനുയായികളുമായി രാജ്ഭവനിൽ ചെന്ന് ഗവർണറെ കണ്ടു. ഒരൊറ്റ ആവശ്യമുള്ളൂ, അഴിമതിക്കാരനായ കരുണാനിധിയെ പിരിച്ചുവിടണം. വലിയ മദ്രാസ് അതുവരെ കാണാത്ത പ്രകടനമായിരുന്നു. ഇതോടെ തൻ്റെ സീറ്റിന് ഇളക്കം തട്ടുന്നു എന്ന് മനസ്സിലാക്കിയ കരുണാനിധി മലയാള വിരുദ്ധ വികാരം ഇളക്കിവിട്ടു. മൗണ്ട് റോഡിൽ കൂടി പോയ DMKയുടെ പ്രകടനക്കാർ മലയാളികളുടെ കടകളെല്ലാം തച്ച് തകർത്തു, അടിച്ചു പൊളിച്ചുമല്ല. മലയാളികളുടെ ആണെന്ന് തോന്നുന്ന ഏത് ബോർഡ് കണ്ടാലും ശരി, ആ കടകളെല്ലാം മൗണ്ട് റോഡിൽ ഇത് അടിച്ചു പൊടിച്ചു. ഇവിടെ മുതൽ എം ജി ആർ കച്ച കെട്ടിയിറങ്ങി കരുണാനിധിയെ മൂടോടെ പിഴുതെറിയുക. അങ്ങനെ തന്നെ സംഭവിച്ചു. പിൽക്കാലത്ത് എം ജി ആർ മുഖ്യമന്ത്രിയായ ശേഷം കരുണാനിധിക്ക് ആ കസേര പിന്നെ കിട്ടിയതേയില്ല. തുടർച്ചയായിട്ട് എം ജി ആർ ആയല്ലോ മുഖ്യമന്ത്രി. കേരളത്തിൽ ജനിച്ച് ജീവിക്കാൻ മാർഗം തേടി തമിഴ്നാട്ടിലെത്തി. തമിഴന്മാർ വളർത്തിക്കൊണ്ടുവന്ന മലയാളിയായിരുന്നു എം ജി ആർ എന്ന എം ജി രാമചന്ദ്രൻ മേനോൻ. പാലക്കാട്ടുകാരനാണ്, പാലക്കാട്ട് കൊല്ലംകോട്ടുകാരനാണ്. പടവന്നൂരിലെ ഗോപാലമേനോൻ മകൻ രാമചന്ദ്രൻ. 14-ാം വയസ്സിൽ ഒരു ജോലി തേടി മധുരയിൽ കറങ്ങി നടന്ന രാമചന്ദ്രൻ ഒടുവിൽ മധുര ഒറിജിനൽ ബോയ്സ് എന്ന നാടകസഭയിൽ ചെന്നെത്തി. അവിടെ ഒരു ബാലനടനായി. ഒപ്പം നാടക കമ്പനിയുടെ അരിവെപ്പുകാരൻ മുതൽ വിറകുവെട്ടുകാരൻ വരെയായി എം ജി ആർ. എന്തും ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ഈ കമ്പനിയോടൊപ്പം എം ജി ആർ മദ്രാശിയിലെത്തി. എങ്ങനെയും സിനിമയിൽ കടന്നുകൂടണം. ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഒടുവിൽ സതി ലീലാവതി എന്ന ചിത്രത്തിൽ ഒരു ചെറിയ റോളിലാണ് എം ജി ആർ തുടക്കം കുറിച്ചത്. പിന്നെയും അദ്ദേഹം ഒരുപാട് കാലം നടന്നു. ഇതിനിടയിൽ പട്ടാളത്തിൽ ചേരാൻ ഒരു ശ്രമം നടത്തി. പട്ടാളത്തിലായിട്ട് പോയിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കിയേ, ഒരു മലയാളിക്ക് തമിഴ്നാട് ഭരിക്കാൻ പറ്റുമായിരുന്നു. ഇംഗ്ലീഷ് പരിജ്ഞാനക്കുറവ് കാരണം പട്ടാളത്തിൽ പോകണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആ ശ്രമം അദ്ദേഹം അതിൽ വിജയിച്ചില്ല. ദ്രാവിഡ മുന്നണിയുടെ അനുഭാവിയായതോടെ രാമചന്ദ്രനെ പലരും ശ്രദ്ധിക്കാൻ തുടങ്ങി. താനൊരു മലയാളിയാണ് എന്നുള്ള വിവരം രാമചന്ദ്രൻ അധികം ആരോടും പറഞ്ഞില്ല. മലയാളം സംസാരിക്കാതെയായി. പെട്ടെന്നായിരുന്നു രാമചന്ദ്രൻ്റെ വളർച്ച. 150ഓളം തമിഴ് സിനിമകളിൽ അഭിനയിച്ച രാമചന്ദ്രൻ്റെ ഏതാണ്ട് എല്ലാ ചിത്രങ്ങളും വിജയത്തിൻ്റെ വെന്നിക്കുടി പാറിയവയായിരുന്നു. എം ജി ആർ എന്നും വാദ്യാർ എന്നും തലൈവർ എന്നും തമിഴന്മാർ എം ജി ആറിനെ വിളിക്കാൻ തുടങ്ങി. 2 പ്രാവശ്യം MLA ആയി, പിന്നെ മുഖ്യമന്ത്രി. ഇതിനിടയിൽ ജീസസ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ കരാറായി. പക്ഷേ താനൊരു മലയാളിയാണെന്ന് ഈ സിനിമയിൽ മലയാളം പറയുന്നതോടെ അറിയപ്പെടുമോ എന്ന ഭയത്താൽ വെറും 2 ഷോട്ടുകളിൽ അഭിനയിച്ച ശേഷം ഈ ചിത്രത്തിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങി. മലയാളത്തിലും തമിഴിലും നിർമ്മിക്കും എന്ന് തീരുമാനിച്ചതിനാൽ, അങ്ങനെ നിങ്ങൾക്ക് മലയാളത്തിൽ ചെയ്താൽ ഇങ്ങനെ ഒരു അപകടമുണ്ട് എങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമുക്ക് തമിഴിലും കൂടി നിർമ്മിക്കാം എന്ന ഓഫർ വെച്ചിട്ട് പോലും എം ജി ആർ നോ പറഞ്ഞു. 1973 നവംബർ 13-ാം തീയതി 1973 അതിരാവിലെ രാമവാരപുരത്തെ എം ജി ആറിൻ്റെ വീട്ടിലെ രഹസ്യ ഫോൺ റിങ് ചെയ്തു. പേഴ്സണൽ ഫോണുണ്ട് അദ്ദേഹത്തിന്. അന്ന് സെല്ലും കുന്തമൊന്നും ഇല്ലല്ലോ. അപ്പോൾ രാമവാരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെളുപ്പാങ്കാലത്ത് ആ രഹസ്യ ഫോൺ റിങ് ചെയ്തു. സിനിമാ രാഷ്ട്രീയ രംഗത്തെ സൂപ്പർ സ്റ്റാറായി എം ജി ആർ മാറി വരുന്ന കാലമാണ് 1973 കാലഘട്ടം. അത് രാവിലെ വിളിച്ചാൽ മാത്രമേ എം ജി ആറിനെ ഫോണിൽ കിട്ടൂ. വെളുപ്പിന് ഉണർന്നാൽ കുറേ സമയം കണിശമായ വ്യായാമം,
അത് കഴിഞ്ഞാൽ അഭ്യാസങ്ങൾ, അത് കഴിഞ്ഞ് കുളി, പത്രം വായന, പ്രാതൽ. 7 മണിക്ക് സെറ്റിലെത്തണം എന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ നിർബന്ധമുള്ള ആളായിരുന്നു. 7 മണി എന്നുണ്ടെങ്കിൽ വിത്ത് മേക്കപ്പിൽ അദ്ദേഹം സെറ്റിലെത്തുമായിരുന്നു. അതിനാൽ തന്നെ വേണ്ടപ്പെട്ടവർ സീരിയസ് കാര്യങ്ങൾ പറയാൻ രാവിലെ തന്നെ വിളിക്കണം. ഒരു 5, 5:30, 6 മണിക്കൊക്കെ വിളിക്കണം, എങ്കിലേ അദ്ദേഹത്തെ കിട്ടൂ. സെക്രട്ടറി, മാനേജർ, ഡ്രൈവർ ഇവരിൽ ആരെങ്കിലും അല്ലെങ്കിൽ ട്രെയിനർ ഫോൺ എടുക്കും. ആരാണ്, എന്താണ് വിഷയം എന്നൊക്കെ തിരക്കും. ഈ കോൾ തലൈവർക്ക് കൊടുക്കേണ്ടതാണെന്ന് ഇവർക്ക് ആർക്കെങ്കിലും, ഈ ഡ്രൈവർക്കോ ട്രെയിനർക്കോ മാനേജർക്കോ സെക്രട്ടറിക്കോ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ മാത്രമേ അവർ MGRന് ഫോൺ കൊടുക്കൂ. ഈ പറഞ്ഞ 1973 നവംബർ 13 അതിരാവിലെ MGRൻ്റെ രഹസ്യ ഫോണിൽ വിളിച്ചത് നാനയുടെ അക്കാലത്തെ മദ്രാസ് പ്രതിനിധിയായിരുന്ന മധുവൈപ്പനായിരുന്നു. MGRൻ്റെ ഫോൺ ആരോ എടുത്തു. ഹലോ, MGR ഉണ്ടോ? അപ്പോൾ ആരും MGR ഉണ്ടോ എന്ന് ചോദിക്കില്ല. തലൈവർ ഇറുക്കാ എന്നേ ചോദിക്കൂ, അല്ലെങ്കിൽ വാദ്യാർ ഇറുക്കാ എന്നേ ചോദിക്കൂ. ഇത് സ്ട്രൈറ്റായിട്ട് മധുവൈപ്പനെ ചോദിച്ചു, ഹലോ MGR ഉണ്ടോ എന്ന് ചോദിച്ചു. MGRൻ്റെ വീട്ടിലെ ഏത് ഫോണിൽ ആര് വിളിച്ചാലും വാദ്യാറുണ്ടോ എന്നേ പതിവായിട്ട് ചോദിക്കാറുള്ളൂ. MGR ഉണ്ടോ എന്ന് മലയാളത്തിൽ ചോദിച്ചതിനാൽ മലയാളത്തിൽ തന്നെ മറു ചോദ്യം വന്നു, ഇങ്ങോട്ടുള്ള ഉത്തരം വന്നു. ആരാ സംസാരിക്കുന്നത്? MGRനെ ഒന്ന് കാണണമായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും വന്ന പത്രക്കാരാണ്. ഏത് പത്രം എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് 3 വാരികകളുണ്ട്. സിനിമയും രാഷ്ട്രീയവും സാഹിത്യവും കൈകാര്യം ചെയ്യുന്ന 3 വാരികകൾ. നാന സിനിമാ വാരിക, കേരള ശബ്ദം രാഷ്ട്രീയ വാരിക, കുങ്കുമം സാഹിത്യ വാരിക. ഈ 3 എണ്ണം ഉണ്ട്. എന്തിനാ കാണുന്നത് എന്നായി മറുവശത്തുനിന്ന്. അദ്ദേഹത്തിൻ്റെ പുതിയ പാർട്ടിയെക്കുറിച്ച് ചോദിക്കാനാണ്. താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? എഗ്മോറിലെ ഉടുപ്പി ഹോട്ടലിൽ റൂം നമ്പർ 241. ഫോണൊന്ന് MGRന് കൊടുക്കാമോ എന്നായി വീണ്ടും വൈപ്പന. MGR ആണ് സംസാരിക്കുന്നത് എന്ന് മറുവശത്ത്. ആരും പ്രതീക്ഷിക്കില്ല. ഫോണൊന്ന് MGRന് കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ MGR ആണ് സംസാരിക്കുന്നത്. മധുവൈപ്പന അത്ഭുത ശബ്ദനായി നിന്നുപോയി. ഈ വെളുപ്പാങ്കാലത്ത് MGR തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുമെന്ന് മധുവൈപ്പന സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. മലയാളത്തിൽ തന്നെ മറുപടിയും പറയുന്നു. ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ച ആളായിരുന്നില്ല വൈപ്പന. നിങ്ങൾ എത്ര പേരുണ്ട് എന്നായി അടുത്ത ചോദ്യം. 4 പേർ. പ്രൊപ്പറേറ്റർ, എഡിറ്റർ, റിപ്പോർട്ടർ, ഫോട്ടോഗ്രാഫർ. 4 പേരുണ്ട്. ശരി, ഉച്ചയ്ക്ക് 12 മണിക്ക് ടി നഗറിലെ പോണ്ടി ബസാറിലുള്ള MGR പിക്ചേഴ്സിൻ്റെ ഓഫീസിൽ വന്നാൽ മതി, സംസാരിക്കാം. ഫോൺ കട്ടായി. വരുമോ ഇല്ലേ ഒന്നും ചോദിച്ചില്ല. നിങ്ങൾ 12 മണി കഴിഞ്ഞിട്ട് ടി നഗറിലെ പോണ്ടി ബസാറിലുള്ള MGR പിക്ചേഴ്സിൽ വന്നാൽ മതി, സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഫോൺ കട്ടായി. MGR പറഞ്ഞത് പ്രകാരം കൃത്യം 12 മണിക്ക് തന്നെ പ്രൊപ്പറേറ്ററായ കൃഷ്ണസ്വാമി റെഡ്ഡിയാരും പത്രാധിപരായ KV ഇളയതും റിപ്പോർട്ടറായ മധുവൈപ്പനെയും ഫോട്ടോഗ്രാഫറായ പ്രഭാകരനും MGR പിക്ചേഴ്സിലെത്തി. സന്ദർശകരെ എല്ലാം സംശയദൃഷ്ടിയിൽ വീക്ഷിക്കുന്ന കുറേ മല്ലന്മാർ, നല്ല തടിമിടുക്കുള്ള മല്ലന്മാർ വാതിൽക്കലും മുറ്റത്തിൻ്റെ മൂലകളിലും നിൽപ്പുണ്ട്. എല്ലാം MGRന് അക്കാലത്ത് വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ട സമയമായിരുന്നു. ഏത് സമയത്തും ചതിപ്രയോഗത്തിലൂടെ അദ്ദേഹത്തിന് ചിലപ്പോൾ തട്ടാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് പറ്റിയ ആളുകളെ സെക്യൂരിറ്റിയായിട്ട് വച്ചിരുന്നു. പള്ളിമുറ്റത്തെ സൂചിപ്പിക്കും പോലെ മുറ്റത്ത് നിറയെ പലതരത്തിലുള്ള ചെരുപ്പുകൾ കിടക്കുന്നു. അകത്ത് ധാരാളം സന്ദർശകരുണ്ട്. മുഖത്ത് അവിടെ തന്നെ മനസ്സിലാവില്ല, ഇത്രയും ചെരുപ്പുകൾ കാണുമ്പോൾ അറിയാമല്ലോ. ഇഷ്ടംപോലെ ആളുകൾ അദ്ദേഹത്തെ കാണാൻ വന്ന് നിൽക്കുകയാണെന്ന്. കൃഷ്ണസ്വാമി റെഡ്ഡിയാരെ കണ്ട് ഓഫീസ് മാനേജർ ചാടി എണീറ്റു. ഇവർ 4 പേര് കയറി ചെല്ലുമ്പോൾ റെഡ്ഡിയാരെ കണ്ടപ്പോൾ അവിടുത്തെ ഓഫീസ് മാനേജർ ചാടി എണീറ്റു. റെഡ്ഡിയാരുടെ അമ്മാവൻ കുമാരസ്വാമി റെഡ്ഡിയാർ ആലപ്പുഴയിൽ രാധാകൃഷ്ണ ഫിലിംസ് എന്ന വിതരണ സ്ഥാപനം നടത്തിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനോവ വിതരണം ചെയ്തത് രാധാകൃഷ്ണ ഫിലിംസ് ആയിരുന്നു. MGR അഭിനയിച്ച ജനോവ വിതരണം നടത്തിയത് ഈ രാധാകൃഷ്ണ ഫിലിംസാണ്. MGR അടക്കമുള്ളവരുടെ തമിഴ് സിനിമകൾ കേരളത്തിൽ വിതരണം നടത്തുന്നതും ഈ രാധാകൃഷ്ണ പിക്ചേഴ്സാണ്. MGRൻ്റെ ഈ ഓഫീസ് മാനേജർ പണ്ട് രാധാകൃഷ്ണ ഫിലിംസിലെ ജോലിക്കാരനായിരുന്നു. അദ്ദേഹം തന്ന കസേരകളിൽ 4 പേരും MGRൻ്റെ വിളി കാത്തിരുന്നു. മുകളിൽ റഷ്യയിൽ നിന്നും വന്നവരുമായി MGR സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ച നീണ്ടു പോകുന്നു. എഡിറ്ററുടെ ക്ഷമ ക്രമേണ
നശിച്ചു തുടങ്ങി. നമുക്കായാലും വരുമല്ലോ, മണിക്കൂർ കണക്കൊരു ആൾക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെ കസേരയിലിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എഡിറ്ററുടെ ക്ഷമ നശിച്ചു തുടങ്ങി. പോകരുത്, ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല എന്ന് മധുവയ്പ്പന വാണിംഗ് കൊടുത്തു. അപ്പോൾ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ പറഞ്ഞു, പ്രൊപ്പറേറ്റർ, നിങ്ങൾ 3 പേരുടെ കേർക്കാണ്, ഞാൻ വരുന്നില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് വേറെ 1-2 കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വലിഞ്ഞളഞ്ഞു. നമ്മളെ വളരെ സമയം ഇരുത്തി എന്ന് എഴുതിയാൽ മതിയല്ലോ എന്നായി വയ്പ്പന. നമ്മളെ ഇത്രയും നേരം ഇരുത്തിയില്ല, അതാ എഴുതുമ്പോൾ നമ്മൾ ആ റിപ്പോർട്ട് എഴുതുമ്പോൾ അത് എഴുതിയാൽ നമ്മൾ ഒരുപാട് നേരം ഇയാൾ ഇവിടെ പിടിച്ചിരുത്തി എന്ന് എഴുതിയാൽ മതി എന്നായി. മുകളിലേക്കുള്ള ക്ഷണം വരുമ്പോൾ 3/4 മണിക്കൂർ പിന്നിട്ടിരുന്നു. അവിടെ ധാരാളം പാർട്ടി പ്രവർത്തകരും പത്രപ്രവർത്തകരും തലവറ കാത്ത് നിൽപ്പുണ്ട്. അവരെയെല്ലാം അവഗണിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് വന്ന ആ 3 പേരെയും MGR ഇരിക്കുന്ന AC മുറിയിലേക്ക് ആനയിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ലഭിച്ച സ്വീകരണം തികച്ചും ഊഷ്മളവും അവിശ്വസനീയവുമായിരുന്നു. എന്നെ രാവിലെ MGR എന്ന് വിളിച്ചാരടാ ഒന്നും ചോദിച്ചില്ല. അല്ലെങ്കിൽ ഒരു മര്യാദ വേണ്ടേ? ഇത്രയും പ്രശസ്തനായ എന്നെ MGR എന്നൊക്കെ വിളിക്കാൻ ഈ പ്രായക്കുറവുള്ള നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്നോ ഒന്നും ചോദിച്ചില്ല. അല്ലെങ്കിൽ ആരാടാ എന്നെ വിളിച്ച ആരാ, ഇത് ഈ 3 പേരിൽ ആരാ എന്നൊന്നും ചോദിച്ചില്ല. വളരെ ഊഷ്മളമായ അവിശ്വസനീയത തോന്നിക്കുന്ന സ്വീകരണമായിരുന്നു. കുതിരയ്ക്ക് കിട്ടുന്ന ജീനി പോലെ കട്ടി ഫ്രെയിമോട് കൂടിയ കൂളിംഗ് ഗ്ലാസ് കണ്ണുകളെ മറച്ചിരുന്നു. MGRൻ്റെ തലയിൽ ഗോപുരം കണക്കെയുള്ള രോമത്തൊപ്പി, ജുബയുടെ ഇടുങ്ങിയ കഴുത്തുവരെയുള്ള ബട്ടണുകൾ എല്ലാം ഇട്ടിട്ടുണ്ട്. കൈപ്പടം മാത്രം വെളിയിൽ കാണുന്ന വിധം ജുബ്ബ കൈ താഴ്ത്തി വെച്ചിട്ടുണ്ട്. അതായത് ശരീരം ഒരു ഭാഗവും നമുക്ക് കാണാൻ നോക്കില്ല. തൊപ്പിയും കണ്ണടയും ഈ കഴുത്തുവരെയുള്ള ജുബ്ബയൊക്കെ ഇട്ട്, ഫുൾ കൈ ജുബ്ബയൊക്കെ ഇട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. കറുപ്പും ചുവപ്പും കരയുള്ള മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ DMKയുടെയും ADMKയുടെയും കൊടിയുടെ നിറം ഒന്നാണല്ലോ, കറുപ്പ് ചുവപ്പ്. അതാണ് അദ്ദേഹം ഉടുത്തിരിക്കുന്ന മുണ്ടിൻ്റെ കര. വലിയൊരു മേശയുടെ അപ്പുറത്തിരിക്കുകയാണ് MGR. പിന്നിലെ ഭിത്തിയിൽ തലയ്ക്ക് മുകളിൽ അണ്ണാദുരൈയുടെ ചില്ലിട്ട ചിത്രം മാലയിട്ട് വച്ചിട്ടുണ്ട്. ജലദോഷം കൊണ്ടെന്ന പോലെ അടഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു, വന്നിട്ട് കുറേ നേരമായി അല്ലേ? ക്ഷമിക്കണം. അപ്പോൾ അദ്ദേഹം ഈ MR രാജയുടെ വെടി കിട്ടിയ ശേഷം ഒരു വല്ലാത്ത ശബ്ദത്തിൽ, ജലദോഷം പോലെ അല്ല, അതിനേക്കാളും മോശമായ ശബ്ദത്തിലാണല്ലോ MGR സംസാരിക്കുന്നത്. സാരമില്ല, വേഗം തീർത്തേക്കാം എന്ന് എഡിറ്റർ പറഞ്ഞു. അതായത് ലേറ്റായി, ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് വേഗം തീർത്തേക്കാമെന്ന് KVS ഇളയത് പറഞ്ഞു. ധൃതിയൊന്നുമില്ല, തിരക്ക് കാര്യമാക്കണ്ട, സംസാരിക്കാം എന്നായി MGR. കൊടുത്ത വാരികകൾ, നാനയുടെയും കേരള ശബ്ദത്തിൻ്റെയും കുങ്കുമത്തിൻ്റെയൊക്കെ പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം സസൂക്ഷ്മം മറച്ചു നോക്കി. ചിലതൊക്കെ ഒന്ന് ചുമ്മാ കണ്ണോടിച്ച് വായിച്ചു നോക്കി. നടൻ ജനാർദ്ദൻ്റെ ചേട്ടൻ്റെ, അതായത് വൈക്കം സുകുമാരൻ നായരുടെ ചിത്രം നാനയിൽ ആ ലക്കത്തിലുണ്ടായിരുന്നു. വൈക്കം വാസുദേവൻ നായർ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചു. MGRൻ്റെ 2ാം ഭാര്യ VM ജാനകി വൈക്കം വാസുദേവൻ നായരുടെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. തമിഴ് കലർന്ന മലയാളത്തിലാണ് അദ്ദേഹം ഇവരോട് സംസാരിക്കുന്നത്. ആഫ്രിക്കയിൽ വച്ച് താൻ രാജു ഇൻ ആഫ്രിക്ക എന്നൊരു ചിത്രം അവരുടെ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്നുണ്ട്. റഷ്യക്കാരുടെ സഹകരണത്തോടെ ഗംഗ മുതൽ ക്രെംലിൻ വരെ എന്നൊരു ചിത്രത്തിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. 2 സിനിമകളും പക്ഷേ പിന്നെ നിർമ്മിക്കപ്പെട്ടില്ല. താഷ്കൻഡ് ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തതിനെപ്പറ്റി പറയുന്നതിനിടയിൽ അവിടെ പ്രദർശിപ്പിച്ച അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം കണ്ടോ എന്ന് മധുവയ്പ്പന ചോദിച്ചു. സ്വയംവരത്തിന് അവിടെ നല്ല അഭിപ്രായം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, പലരും അത് മുഴുവൻ കണ്ടില്ല എന്നാണ് MGR പറഞ്ഞത്. ഇത്തരം ഫെസ്റ്റിവലുകൾക്ക് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ അയക്കാൻ പാടില്ലാത്തതാണ്. ഇവ വിദേശത്ത് ഇന്ത്യയെക്കുറിച്ച് മോശമായ അഭിപ്രായം ഉണ്ടാക്കും എന്നാണ് MGR പറഞ്ഞത്. കാരണം ദാരിദ്ര്യവും തൊഴിലില്ലായ്മയൊക്കെയാണല്ലോ, ദുഃഖവും ഒക്കെ ഉള്ള ഒരു സബ്ജക്റ്റ് അല്ലേ സ്വയംവരം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ യശസ്സിന് കളങ്കമേൽക്കും ഇത്തരം സിനിമകൾ ഇത്തരം ഫെസ്റ്റിവലുകളിൽ പോയാലെന്ന്. ഇവിടെയെല്ലാം പട്ടിണിയാണെന്ന് അവർ ധരിക്കും എന്നാണ് MGR പറഞ്ഞത്. സത്യജിത്രയുടെ ചിത്രങ്ങളെക്കുറിച്ചും എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മധുവയ്പ്പനല്ലേ ആൾ ചൊറിയുന്നതിൽ ഒട്ടും പേടിയില്ലാത്ത ആളല്ലേ. അദ്ദേഹം ചോദിച്ചു, ഉലകം ചുറ്റും വാലിബൻ നല്ല ചിത്രമാണോ? വയ്പ്പന ഈ ചോദ്യം ചോദിച്ചപ്പോൾ KVS ഇളയത് വിലക്കി. അങ്ങനെ ഒന്നും ചോദിക്കണ്ട എന്ന് വിലക്കി. ഉലകം ചുറ്റും വാലിബൻ വിജ്ഞാനത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ചിത്രമാണ് എന്നായി MGR. കരുണാനിധി അണ്ണാദുരൈയുടെ ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ച്
പോയതുകൊണ്ടാണ് താൻ എതിർത്ത് പുതിയ പാർട്ടി രൂപീകരിച്ചതെന്ന് എം.ജി.ആർ പറഞ്ഞു. എന്താണ് അങ്ങയുടെ ആദർശം? സോഷ്യലിസമോ കമ്മ്യൂണിസമോ ക്യാപിറ്റലിസമോ ഏതാണ് താങ്കളുടെ ആദർശം എന്നായി വൈപ്പന. ഇതൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനുമല്ല, ക്യാപിറ്റലിസത്തിൻ്റെ ആളുമല്ല, സോഷ്യലിസത്തിൻ്റെ ആളുമല്ല. ഇതൊന്നും എനിക്കറിയില്ല. അണ്ണാ പറഞ്ഞ കാര്യങ്ങളെ, അതായത് അണ്ണാദുരൈ പറഞ്ഞ കാര്യങ്ങളെ എനിക്കറിയാവൂ എന്നായി എം.ജി.ആർ. ഉടനെ തന്നെ ഞാൻ അണ്ണാ പിറന്ന നാട് എന്നൊരു ചിത്രം നിർമ്മിക്കുന്നുണ്ടെന്നും കരുണാനിധി ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവിനെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് തടയാൻ ശ്രമിക്കുകയാണെന്നും എം.ജി.ആർ കൂട്ടിച്ചേർത്തു. കരുണാനിധി ചെയ്യുന്ന ദ്രോഹങ്ങളെപ്പറ്റി അദ്ദേഹം അമർഷത്തോടെ വിശദീകരിച്ചുകൊണ്ടേയിരുന്നു. ചർച്ച നീണ്ടു പോയിക്കൊണ്ടിരുന്നു. ഇത്രയും ആയപ്പോൾ മണി 1:45, 1:45. ഇടയ്ക്കിടെ ചില തമിഴ് പത്രപ്രതിനിധികൾ തിരുവചനം കേൾക്കാൻ എന്ന പോലെ വന്ന് എം.ജി.ആറിൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നിട്ട് പോയി. അപ്പോൾ കേരളത്തിൽ നിന്ന് പോയ 3 പേരെയും ഇപ്പോൾ സംസാരിക്കരുത് എന്ന് അദ്ദേഹം ആംഗ്യം കാണിക്കും. കാരണം മലയാളം പറയരുത്. നല്ല പഠിച്ച കള്ളനായിരുന്നു എം.ജി.ആർ. മലയാളത്തിൽ സംസാരിച്ച് തമിഴും മലയാളവും കലർന്ന ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമിഴ് പത്രപ്രതിനിധികൾ ആരെങ്കിലും വന്ന് അണ്ണാ നമസ്കാരം എന്ന് പറയുമ്പോൾ കണ്ണു കാണിക്കും, മിണ്ടരുതെന്ന്. മലയാളം പറയുകയാണെങ്കിൽ കരുണാനിധിയുടെ അടുത്തെത്തില്ല. ഈ പത്രക്കാരി എന്ന് പറയില്ല, അവിടെ മലയാളത്തിലിരുന്ന് സംസാരിക്കുന്നു. അതൊരു കണ്ണ് കാണിക്കുമായിരുന്നു. എം.ജി.ആർ മലയാളം പറയുന്നത് കേട്ടാൽ അദ്ദേഹം മലയാളിയാണെന്ന് പത്രക്കാർ കൊട്ടിഘോഷിക്കും. കരുണാനിധിക്ക് എം.ജി.ആറിനെ വെട്ടാനുള്ള ആയുധം ലഭിക്കുകയും ചെയ്യും. ഒരാൾ വന്ന് ഊണ് റെഡിയായി എന്നറിയിച്ചു. അപ്പോൾ മധുവൈപ്പനെയും സംഘവും പോകാൻ എണീറ്റു. നിങ്ങൾ ഇപ്പോൾ പോകണ്ട, ഇനിയും സംസാരിക്കാം. മധുവൈപ്പനെ വെച്ചു, അപ്പോൾ താങ്കൾക്ക് ഉണ്ണണ്ടേ? നിങ്ങൾക്കും വീട്ടിൽ നിന്ന് ഊണ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നായി എം.ജി.ആർ. ശരിക്കും ഈ മൂവർ സംഘം അതിശയിച്ചു പോയി. ഈ മനുഷ്യൻ്റെ ബുദ്ധിശക്തി അപാരമാണെന്ന് മധുവൈപ്പനയുടെ മനസ്സ് പറഞ്ഞു. വെളുപ്പിന് വൈപ്പനെ വിളിച്ചപ്പോൾ നിങ്ങൾ എത്ര പേർ കാണുമെന്ന് എം.ജി.ആർ ചോദിച്ചത് ചുമ്മാതെയല്ല. 12 മണിക്ക് ചെല്ലാൻ പറഞ്ഞത് ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഊണും നൽകി യാത്ര അയക്കാനായിരുന്നു. ഊണ് കഴിച്ചു പോകുന്നവർ എന്തായാലും പാര വയ്ക്കുന്ന തരത്തിൽ തന്നെപ്പറ്റി എഴുതില്ലല്ലോ എന്ന ബുദ്ധിയായിരിക്കാം എം.ജി.ആറിനുണ്ടായിരുന്നത്. എം.ജി.ആർ എണീറ്റു. ഉയരം 5 അടി 4 ഇഞ്ച്. തൊപ്പി ഊരി മേശപ്പുറത്ത് വെച്ചു. തലയിൽ മുടി തീരെ കുറവ്. മുഖത്തു നിന്നും കൂളിംഗ് ഗ്ലാസ് എടുത്തു. കണ്ണിന് ചുറ്റും കരിവാളിപ്പുണ്ട്. കൂളിംഗ് ഗ്ലാസ് എടുത്തപ്പോൾ മനസ്സിലായി, മൊത്തം കരിവാളിപ്പുണ്ട്. കഴുത്തിൽ നിരവധി മടക്കുകളുണ്ട്. പിടലി മുന്നോട്ട് വളഞ്ഞ് കുനിഞ്ഞുള്ള നിൽപ്പാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. തികച്ചും സഹതാപാർഹമായ രൂപമാണ് എന്നാണ് മധുവൈപ്പന പറയുന്നത്. വൈപ്പന ഫോട്ടോഗ്രാഫർ പ്രഭാകരൻ്റെ കാലിലൊന്ന് ചവിട്ടി. ഫോട്ടോഗ്രാഫർ പ്രഭാകരൻ ക്യാമറ എടുത്ത് ഫോക്കസ് ചെയ്യുന്നതിന് മുമ്പ് എം.ജി.ആർ മേശപ്പുറത്ത് വെച്ച കണ്ണട എടുത്ത് മുഖത്ത് വെച്ചു. തൊപ്പി വയ്ക്കാനുള്ള സമയം കിട്ടിയില്ല, പക്ഷേ കണ്ണട എടുത്ത് പെട്ടെന്ന് സെറ്റ് ചെയ്തു. അങ്ങനെ മനസ്സിലായി അപകടം വരികയാണ്. എൻ്റെ തൊപ്പിയില്ലാത്ത, കണ്ണടയില്ലാത്ത, കണ്ണ് കരുവാളിച്ച ഫോട്ടോ എടുക്കാൻ പോകണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് തൊപ്പി വയ്ക്കാനുള്ള സമയമേ കിട്ടിയുള്ളൂ. അതിനിടയ്ക്ക് പ്രഭാകരൻ ക്ലിക്ക് ചെയ്തു. ഇഷ്ടപ്പെട്ട് കാണാൻ ഇടയില്ല എന്നുള്ള കാര്യം ഉറപ്പ്. എന്നാലും ഫോട്ടോഗ്രാഫറെ നോക്കി മിടുക്കൻ എന്നുള്ള രീതിയിൽ എം.ജി.ആർ ചിരിച്ചു. നിരതെറ്റി കറ പിടിച്ച കൊച്ചു കൊച്ചു പല്ലുകളാണ് എം.ജി.ആറിനുള്ളത്. ഇതല്ലല്ലോ സിനിമയിൽ നമ്മൾ കാണാറുള്ള മനോഹരമായ കുമ്പളങ്ങ വിത്തുകൾ പോലുള്ള പല്ലുകളെന്ന് മധുവൈപ്പൻ ആലോചിച്ചു. മുന്നോട്ട് കുനിഞ്ഞ് അദ്ദേഹം നടന്നു. അപ്പോഴൊരു 65 വയസ്സ് തോന്നിക്കും. ഈ മനുഷ്യനാണല്ലോ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വലിയ പ്രതിഫലമാകുന്ന നടനെന്ന് വൈപ്പൻ ആലോചിച്ചു. 8 ലക്ഷം രൂപയാണ് എം.ജി.ആർ അന്നത്തെ കാലത്ത് വാങ്ങിച്ചിരുന്ന പ്രതിഫലം. പ്രേം നസീറിന് അന്ന് ഏറിയാൽ കിട്ടിയിരുന്നത് 40,000 രൂപയാണ്. 2 ലക്ഷം ചെക്കായിട്ടും 6 ലക്ഷം ബ്ലാക്കായിട്ടുമായിരുന്നു എം.ജി.ആർ വാങ്ങിയിരുന്നത്. അതിൽ ഭൂരിപക്ഷവും, ഈ ബ്ലാക്കായിട്ട് വാങ്ങുന്ന പൈസയുടെ ഭൂരിപക്ഷവും പാവങ്ങൾക്കായിട്ട് ചിലവിട്ടും പിന്നെ രാഷ്ട്രീയത്തിനും ചിലവിടും. എം.ജി.ആർ ഒപ്പിട്ട കാൾ ഷീറ്റ് കാണിച്ചാൽ അന്ന് 50 ലക്ഷം രൂപ മുടക്കാൻ എത്ര വിതരണക്കാർ വേണമെങ്കിലും റെഡിയായിരുന്നു. കാൾ ഷീറ്റിനായി എം.ജി.ആറിൻ്റെ പിറകെ നിർമ്മാതാക്കൾ കെഞ്ചി നടക്കുമായിരുന്നു. തമിഴ് മക്കൾ വാദ്യാരുടെ അണ്ണൻ്റെ പടം വിജയിപ്പിച്ചോളും എന്നുറപ്പ്. ഈ മനുഷ്യന് എങ്ങനെ ഈ സ്റ്റാർ പരിവേഷം വന്നു എന്ന് അത്ഭുതത്തോടെ കൂടെ നടക്കുമ്പോൾ വൈപ്പൻ ആലോചിച്ചു. കുറച്ചുകൂടി ഉയരം ഉണ്ടായിരുന്നെങ്കിൽ
അല്പം കൂടി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ജനം അതൊന്നും ചിന്തിച്ചതേയില്ല. മേശപ്പുറത്തല്ല ഊണ് വിളമ്പൽ. അതാണ് എം ജി ആറിൻ്റെ ഏറ്റവും വലിയ രസം. അദ്ദേഹത്തിന് മേശപ്പുറത്തൊന്നുമല്ല ഊണ് വിളമ്പുന്നത്. തീൻമേശ എന്നൊരു സാധനമേ ആ മുറിക്കകത്തില്ല. നിലത്ത് പുൽപ്പായ വിരിച്ച് അതിൽ ചമ്രം പിണഞ്ഞിരിക്കും. ഇവരോടൊപ്പം പാർട്ടി നേതാക്കളായ ആർ എം വീരപ്പനും രാഘവാനന്ദവും സരസ്വതിയുമൊക്കെ കൂടെയിരുന്നു. ഇവരെല്ലാം മുഖ്യമന്ത്രി എം ജി ആർ ആയപ്പോൾ മന്ത്രിയായി. എം ജി ആർ മുഖ്യമന്ത്രി ആയല്ലോ, കർണാടകത്തിൽ തള്ളിയിട്ടിട്ട്. അപ്പോൾ ഈ പറയുന്ന ആർ എം വീരപ്പനും രാഘവാനന്ദവും സരസ്വതിയും എല്ലാം മന്ത്രിമാരായി. തൂശനിലയിൽ ചോറ് വിളമ്പി, പരിപ്പ്, പപ്പടം, ഉപ്പേരി, കാളൻ, ഗ്ലാസ്സിൽ പായസം. തനി കേരളീയമായ ഭക്ഷണം. ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന സൂപ്പർ സ്റ്റാറിൻ്റെ ഊണാണ് ഈ ഇലയിട്ട് നിലത്തിരുന്ന് കഴിക്കുന്നത്. ഭക്ഷണ സമയത്തും എം ജി ആർ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു. തൻ്റെ അടുത്തിരുന്ന രാഘവാനന്ദത്തോട് വൈപ്പന ചില സംശയങ്ങൾ ചോദിച്ചു. ഒരൊറ്റ മറുപടിയും അദ്ദേഹം പറഞ്ഞില്ല. എല്ലാം തലൈവർ പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറുപടി പറഞ്ഞാൽ അപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താവും. വൈപ്പന ചുമ്മാ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അദ്ദേഹം ഒരക്ഷരം പറഞ്ഞില്ല. എല്ലാം തലൈവർ പറയും, തലൈവർ തന്നെ പറയും എന്നായിരുന്നു രാഘവാനന്ദം പറഞ്ഞത്. ഊണ് കഴിഞ്ഞ് പിന്നെയും സംസാരം. എം ജി ആർ നല്ല ബുദ്ധിശാലിയാണ്, പക്ഷേ ബുദ്ധിജീവിയല്ല. തമിഴ് മക്കളെ കയ്യിലെടുക്കാനുള്ള എല്ലാ വിദ്യകളും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകളെടുത്ത് പത്രങ്ങൾക്ക് കൊടുത്ത് അടുപ്പിക്കുക, താനൊരു മലയാളിയാണെന്നുള്ള കാര്യം ഒളിച്ചു വയ്ക്കുക. കരുണാനിധി അത് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും എൻ്റെ രക്തത്തിൻ്റെ രക്തമായ മക്കളെ എന്ന് എം ജി ആർ വിളിച്ചാൽ മതി, കരുണാനിധി പറയുന്നത് തമിഴർ തള്ളിക്കളയുമായിരുന്നു. ചുമരിൽ വെള്ളമുണ്ടും പുളിയിലക്കര നേരിയതും ധരിച്ച അമ്മയുടെ ഫോട്ടോ വച്ചിട്ടുണ്ട്. വീട്ടിൽ മലയാളം പറഞ്ഞായിരിക്കണം അദ്ദേഹം വളർന്നത്. വളരെ കാലമായി തമിഴ് മാത്രം സംസാരിക്കുന്നതിനാൽ മലയാളത്തിലെ ചില വാക്കുകൾ തപ്പിത്തടയിലുണ്ട്. ഇവിടെ പെട്ടെന്ന് പറയാവുന്നൊരു കാര്യം, നമ്മുടെ നടൻ ജോസ് പ്രകാശിനെ അളിയ എന്നായിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നത്. ഇനി ഇവിടെ വീണ്ടും വീണ്ടും പറയണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ലവ് ഇൻ സിംഗപ്പൂരിൽ അഭിനയിക്കാൻ പോയിടത്ത് വെച്ച് എം ജി ആർ ലത എന്ന് വിളിക്കുന്ന ലത എന്ന് പറഞ്ഞ നടി, നമ്മുടെ പഴയ രാജ്കുമാറിൻ്റെ സഹോദരി ലതയും ജയിനുമായിട്ട് മാനസികമായി എന്തോ അടുത്തു. മദ്രാസിൽ വാർത്ത എത്തി. എം ജി ആർ അറിഞ്ഞു. എൻ്റെ നായികയായ ലതയെ മലയാളിയായ സഹപ്രവർത്തകൻ ജയൻ പ്രേമിക്കുന്നു. അങ്ങനെ പാങ്ക്രോ ഹോട്ടലിൽ താമസിച്ചിരുന്ന ജയൻ്റെ റൂമിൽ വന്ന് എം ജി ആറിൻ്റെ ഗുണ്ടകൾ എന്ന് തന്നെ വിളിക്കാവുന്ന ചട്ടമ്പിമാർ അല്ലെങ്കിൽ മല്ലന്മാർ വന്ന് ജയനെ വരട്ടുകയും ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോ അല്ലെങ്കിൽ നിന്നെ മദ്രാസിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. അവസാനം ജോസ് പ്രകാശ് പോയാണ് എം ജി ആറിനോട് പറഞ്ഞു, അളിയ നല്ല പയ്യനാണ് അവൻ, വെറുതെ ഇഷ്യൂ ഉണ്ടാക്കരുത്. അയാളോട് പറഞ്ഞേക്ക് ഇനി ഇതിൻ്റെ പിന്നാലെ നടക്കരുതെന്ന് പറഞ്ഞ് എന്തോ വാണിംഗ് കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ ജോസ് പ്രകാശ് ഇടപെട്ടതുകൊണ്ട് തടി കേടായില്ല എന്ന് പറയുന്നു. അതുപോലെ റിക്ഷാക്കാരൻ, സൂര്യ വെളിച്ചം, കെട്ടിപ്പിടുത്തം, അങ്ങനെ ഒരു കഥ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. റിക്ഷാക്കാരൻ എന്ന് പറഞ്ഞ പടം സംവിധാനം ചെയ്തത് കൃഷ്ണൻ നായർ സാറാണല്ലോ. അപ്പോൾ കൃഷ്ണൻ നായർ സാറിൻ്റെ അസോസിയേറ്റ് എന്ന് പറയുന്നത്, സഹസംവിധായകൻ എന്ന് പറയുന്നത് രഘുവണ്ണനാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള രഘുവണ്ണൻ, ഉദയ രഘുവണ്ണൻ എന്നാണ് എല്ലാവരും വിളിക്കാറ്. മെർലാൻഡിലാണ് തുടങ്ങിയത്, പക്ഷേ ഉദയയുടെ സിനിമകൾ മുഴുവൻ ചെയ്ത അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പോൾ റിക്ഷാക്കാരൻ എടുക്കുമ്പോൾ ഒരു പാട്ട് സീൻ എന്തോ എടുക്കുകയാണ്. ഒരു മലയുടെ താഴ്വശത്താണ് എടുക്കുന്നത്, ഒരു വലിയ മലയുടെ താഴ്വശത്ത്. രാവിലെ മുതൽ സൂര്യൻ ഒരുമാതിരി ഒളിച്ച് കളിക്കുന്നു, എടുക്കാൻ പറ്റുന്നില്ല. റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് ടേക്ക് എന്ന് പറയുമ്പോൾ ലൈറ്റ് പോകും, മേഘത്തിനിടയിലേക്ക് സൂര്യൻ കയറിപ്പോവും. അങ്ങനെ സൂര്യൻ സ്റ്റഡിയായി നിൽക്കുന്ന സമയം നോക്കാനായിട്ട് ക്യാമറാമാൻ്റെ അസിസ്റ്റൻ്റോ ആരോ കയറി മലയ്ക്ക് മോളിൽ പോയപ്പോൾ രഘുവണ്ണനും കൂടെ മോളിൽ പോയിട്ട് ഇപ്പോൾ വന്ന ഈ സമയം ഷൂട്ട് ചെയ്താൽ ഒരു 2-3 മിനിറ്റ് സൂര്യൻ ഇങ്ങനെ നിൽക്കുമെന്ന് തോന്നിയപ്പോൾ മലയുടെ മോളിൽ നിന്നുകൊണ്ട് രഘുവണ്ണൻ വിളിച്ച് പറഞ്ഞു, എല്ലാം റെഡിയാണ്, കെട്ടിപ്പിടുത്തോ ഉമ്മയ്ക്കലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തോളണം എന്ന് വിളിച്ചു പറഞ്ഞു. മലയുടെ മോളിൽ നിന്ന് വിളിച്ച് പറയാം, എം ജി ആറിനോട് പറയുകയാണ്, കെട്ടിപ്പിടുത്തോ ഉമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തോളണം. കൃഷ്ണൻ നായർ സാറിനോട് വളരെ പതുക്കെ എം ജി ആർ ചോദിച്ചു, അളിയ അതാര്, ആ പയ്യനാര് എന്ന് ചോദിച്ചു. അതെൻ്റെ അസോസിയേറ്റ്, തിരുവനന്തപുരത്തുകാരനായ ഒരു പാവം പയ്യനാണ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അന്ന് രഘുവണ്ണൻ ആ പടത്തിൽ നിന്ന് കട്ടായെന്നെ.
ജയലളിതയും എം ജി ആറിട്ടുള്ള കെട്ടിപ്പിടുത്തമൊക്കെ എടുത്തോളാനാണ് പറയാണ്. ഉമ്മമ്മയ്ക്കൊക്കെ ചെയ്യണമെങ്കിൽ എടുത്തോളാം. പാട്ട് സീൻ എടുക്കുന്നതിനെ കുറിച്ച് രഘുവണ്ണൻ പറയുന്നത് അങ്ങനെയായിരുന്നു. എം ജി ആർ സംഭാഷണം അവസാനിപ്പിക്കുന്നില്ല. പുറത്ത് തമിഴ് പത്രക്കാരും പ്രവർത്തകരും കാത്തു നിൽക്കുന്നു മണിക്കൂറുകളായിട്ട്. മധുവൈപ്പനെയും സംഘവും പുറത്തിറങ്ങുമ്പോൾ മണി 3:30 കഴിഞ്ഞു. പലയിടത്തും കയറി താമസിക്കുന്ന ഉടുപ്പി ഹോട്ടലിൽ എത്തുമ്പോൾ രാത്രി 9 മണിയായി. എം ജി ആറിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വേറെ എവിടെയൊക്കെ പോയി കൃഷ്ണസ്വാമി റെഡ്ഡിയാരെ കണ്ടു, അഭിമുഖത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ ഏതൊക്കെ സിനിമാക്കാരെയൊക്കെ കണ്ടിട്ട് ഈ മൂവർ സംഘം ഉടുപ്പി ലോഡ്ജിൽ എത്തിയത് 9 മണിക്കായിരുന്നു. അവിടെ താമസിക്കുമ്പോൾ കാണാത്ത അതിവിനയം ഓരോരുത്തരും കാണിക്കുന്നു. രാവിലെ പോയപ്പോഴൊന്നും ഇവരെ മൈൻഡ് ചെയ്യാതിരുന്ന സ്റ്റാഫുകളൊക്കെ ഇവർ 3 പേര് കയറി വരുമ്പോൾ ഭയങ്കര അതിവിനയം കാണിക്കുന്നു. റിസപ്ഷനിലിരുന്ന ആൾ ചാടി എണീറ്റു. ലിഫ്റ്റ് ഓപ്പറേറ്റർ സല്യൂട്ട് ചെയ്യുന്നു. എല്ലാത്തിലും ഒരു മാറ്റം. ഇതെന്തിങ്ങനെ? രാവിലെ പോയപ്പോൾ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഒന്നും മൈൻഡ് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് നമ്മളെ ഗവനിച്ചില്ലല്ലോ എന്നൊക്കെയാണ് വിചാരിച്ചത്. 2 തവണ എം ജി ആർ ഉടുപ്പി ലോഡ്ജിലേക്ക് വിളിച്ചിരുന്നു. വൈപ്പനും സംഘവും എത്തിയോ എന്നറിയാൻ. വീണ്ടും വിളി വന്നു. നാളെ രാജ്കുമാരി തിയേറ്ററിൽ ഒരു ഉദ്ഘാടനത്തിന് ഞാൻ എത്തുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് വീണ്ടും അവിടെ വെച്ച് കാണാം. അദ്ദേഹത്തിന് ആ ഇൻ്റർവ്യൂ എടുത്തത് പോരാ എന്ന് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർക്ക് പോകും. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞ് മടങ്ങി വരും. അപ്പോൾ വേണമെങ്കിലും കാണാം, സംസാരിക്കാം. തൽക്കാലം ഇത്രയും മതി. അടുത്ത തവണ വരുമ്പോൾ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഇതെന്തൊരു മനുഷ്യൻ എന്നാണ് വൈപ്പനെ ചോദിക്കുന്നത്. തമിഴ്നാട്ടിലെ സൂപ്പർമാൻ, തലൈവർ. പക്ഷേ എന്തൊരു എളിമ, എന്തൊരു മര്യാദ. പ്രേം നസീർ പോലും ഇദ്ദേഹത്തിന് കപ്പം കൊടുക്കണം എന്നാണ് വൈപ്പന പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറക്കാർ ഇതൊക്കെ ഒന്ന് കേട്ടിരിക്കണം. കേരള ശബ്ദത്തിലും നാനയിലും അടുത്ത 2-3 ലക്കം എം ജി ആർ നിറഞ്ഞു നിന്നു. ഒരു അതിമാനുഷ പരിവേഷത്തോടെ 7-8 മാസങ്ങൾക്ക് ശേഷം 1974 ഓഗസ്റ്റിൽ സിംഗപ്പൂരിൽ നിന്നും പത്രപ്രവർത്തകനായ VKG നായർ മദ്രാസിൽ വന്നു. സിംഗപ്പൂരിൽ ഒരു സ്റ്റാർ നൈറ്റ് നടത്തുന്ന കാര്യം ശരിയാക്കാനായിട്ടാണ് VKG നായർ വന്നത്. എം ജി ആർ സിംഗപ്പൂരിൽ ചെല്ലുമ്പോഴൊക്കെ കൂടെ നടന്ന് സഹായിക്കുന്നത് ഈ VKG നായരാണ്. മദ്രാസിൽ വന്ന സ്ഥിതിക്ക് എം ജി ആറിനെ കൂടി കണ്ടു കളയാമെന്ന് കരുതി. VKG നായരും മധുവൈപ്പനെയും വേറൊരു പത്രപ്രവർത്തകനായ നടരാജനും കൂടി എം ജി ആറിൻ്റെ സത്യ സ്റ്റുഡിയോയിൽ ചെന്നു. സേതുമാധവൻ നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന നാളെയും നമതേ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സത്യ സ്റ്റുഡിയോയിൽ നടക്കുകയാണ്. എം ജി ആർ മേക്കപ്പ് റൂമിലാണ്. ഇൻ്റർവ്യൂവിന് കണ്ട ആളേ അല്ല. തല നിറയെ ചുരുണ്ട മുടി, കുമ്പളങ്ങ കുരു പോലെ വലിയ നിരയൊത്ത പല്ലുകൾ, ശബ്ദം മാത്രം പഴയത്. ഇത്തവണയും എം ജി ആർ ഉണ്ണാൻ വിളിച്ചു. സമയമില്ല, പലരെയും കാണണം, നാളെ സിലോണിലേക്ക് പോകണമെന്ന് VKG ധൃതി കൂട്ടി. VKGയും ഒരു ഉലകം ചുറ്റും വാലിബൻ ആണെന്ന് വൈപ്പന എം ജി ആറിനോട് പറഞ്ഞു. താങ്കളെപ്പോലെ തന്നെ ഈ VKGയും ഒരു ഉലകം ചുറ്റും വാലിബൻ തന്നെ എന്ന് പറഞ്ഞു. കൃത്രിമ പല്ല് കാട്ടി എം ജി ആർ മനോഹരമായി ചിരിച്ചു. യാത്ര ചോദിച്ചപ്പോൾ എം ജി ആർ കൈനീട്ടി. അതിൽ പിടിച്ചപ്പോൾ കല്ലുപോലെ പരിപരുത്ത കൈകൾ എന്നാണ് വൈപ്പന പറഞ്ഞത്. കസർത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ബലമായിരിക്കണം ആ കൈകൾ ഇത്രയും ഹാർഡായിരിക്കുന്നതെന്നാണ് വൈപ്പന പറയുന്നത്. മധുവൈപ്പന എം ജി ആറിനെ അവസാനമായി കണ്ടത് ഈ സത്യ സ്റ്റുഡിയോയിലാണ്. 3 വർഷം കഴിഞ്ഞപ്പോൾ എം ജി ആർ തമിഴ്നാട് മുഖ്യമന്ത്രിയായി. PT ചാക്കോയുടെ പ്രതിമ അനാവരണം ചെയ്യാൻ എം ജി ആർ കോട്ടയത്ത് വന്നു. പെരിയോരുടെ പ്രതിമ വൈക്കത്ത് സ്ഥാപിച്ചു. ഭാര്യ ജാനകിയുടെ നാട്ടിലെ ഓലപ്പുര കാണാനും ആ സമയത്ത് എം ജി ആർ ചെന്നു. ജോൺ എബ്രഹാമിൻ്റെ അഗ്രഹാരത്തിൽ കഴുതൈ എന്ന തമിഴ് സിനിമയ്ക്ക് ദേശീയ ബഹുമതി ലഭിച്ചിട്ടും എം ജി ആറിൻ്റെ അംഗീകാരം കിട്ടില്ല. തമിഴ്നാട്ടിൽ കാണിക്കാൻ പറ്റിയില്ല. ദേശീയ അവാർഡ് കിട്ടിയ ശരി തന്നെ, പക്ഷേ എം ജി ആർ പറഞ്ഞു തമിഴ്നാട്ടിൽ കളിക്കണ്ടെന്ന്. ചിത്രത്തിനെതിരെ ഒരഭിപ്രായവും എം ജി ആർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഒറ്റ തിയേറ്ററിൽ കഴുതയ്ക്ക് കയറാൻ പറ്റിയില്ല. വൃക്കരോഗം ബാധിച്ച് 1987 ഡിസംബർ 24 ക്രിസ്മസ് തലേന്ന് 70-ാം വയസ്സിൽ എം ജി ആർ മരിച്ചു. 3 ഭാര്യമാർ. തങ്കമണി രാമചന്ദ്രൻ എന്ന് പറയുന്ന ആൾ 1939 മുതൽ 1942 വരെ 3 വർഷക്കാലേ അവർ ജീവിച്ചിരുന്നുള്ളൂ. സദാനന്ദ ദേവി രാമചന്ദ്രൻ 1942 മുതൽ 62 വരെ 20 വർഷം കൂടെ ഉണ്ടായിരുന്നു.
BN ജാനകിയാണ് അവസാനം 1963 മുതൽ 1987 വരെ മരിക്കുന്നത് വരെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. മെറീന ബീച്ചിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന MGRൻ്റെ സമാധി പ്രൗഢിയുടെ കാര്യത്തിൽ രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയെയും അതിശയിപ്പിക്കുന്നതാണ് എന്ന് ഒരിക്കലെങ്കിലും അവിടെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. MGR എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് ജനോവയിൽ ഒരൊറ്റ സിനിമയിൽ കുറച്ച് സീനുകളിൽ മാത്രം അഭിനയിച്ച MGRനെ കുറിച്ച്, രാഷ്ട്രീയക്കാരനായ കൗശലക്കാരനായ മലയാളിയായ MGRനെ കുറിച്ച്, മധുവയ്പ്പന കേരള ശബ്ദത്തിന് നാനയ്ക്കും വേണ്ടി നടത്തിയ അഭിമുഖത്തെക്കുറിച്ച് ഒക്കെ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കൊരു പിക്ചർ കിട്ടിയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും MGRൻ്റെ കഥകൾ പിന്നൊരിക്കൽ ചെയ്യാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.